കമൽഹാസൻ, എ.ആർ. റഹ്മാൻ, മണിരത്നം 3 ലെജൻഡുകൾ ഒന്നിക്കുകയാണ്. അതിൽ തന്നെ 38 വർഷങ്ങൾക്ക് ശേഷം നായകൻ എന്നൊരു ഹെവി ക്ലാസ് പടത്തിന് ശേഷം കമൽഹാസനും മണിരത്നവും വരികയാണ്. അപ്പോൾ ലെജൻസുകൾ ഒന്നിക്കുമ്പം ഒരു ഹൈ ക്ലാസ് പടത്തിനപ്പുറം, അതുപോലത്തെ ലെജൻഡറി ആയിട്ടുള്ള സിനിമയ്ക്ക് അപ്പുറം വേറെ ഒന്നും പ്രതീക്ഷിച്ചിട്ടില്ലായിരുന്നു. അങ്ങനെ പോയ സിനിമയാണ് തഗ് ലൈഫ്. ഈ സിനിമ എഴുതിയിരിക്കുന്നത് കമൽഹാസനും മണിരത്നവും കൂടി ചേർന്നാണ്. സിനിമയുടെ തുടക്കം ഒരു ഫ്ലാഷ് ബാക്ക് കാണിക്കുകയാണ്. കമൽഹാസനൊക്കെ ഡീഗേജിങ് ചെയ്തിട്ടുണ്ട്. അത്രയും ഒരു സീക്വൻസ് 10-15 മിനിറ്റ് ഉണ്ട്. അത് കണ്ടപ്പം അത് എക്സിക്യൂട്ട് ചെയ്തിരിക്കുന്നു. അവിടുത്തെ സിനിമോട്ടോഗ്രാഫി, അവിടെ എ.ആർ. റഹ്മാൻ കൊടുത്തിട്ട് സ്കോർ, ഈ സിനിമയിൽ ഈ ലെജൻസുകളിൽ ആ ഒരു ലെജൻഡറി കീപ്പ് ചെയ്ത് ഒരു ജസ്റ്റിസ് കൊടുത്തത് എ.ആർ. റഹ്മാൻ മാത്രമാണ്. പലയിടത്തും ബാക്ക്ഗ്രൗണ്ട് സ്കോർ പിന്നിട്ടുണ്ട്. എസ്പെഷ്യലി ഫസ്റ്റ് ഹാഫിൻ്റെ അവസാനത്തോട്ട് വരുമ്പോഴൊക്കെ കിട്ടില്ല സാധനമാണ് കൊടുത്തിരിക്കുന്നത്. ക്ലാസ് BGM ആണ് മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത്. ഞാൻ പറഞ്ഞില്ല, ഇതിൻ്റെ തുടക്കത്തിലെ 15 മിനിറ്റ് അത് കണ്ടപ്പോൾ എനിക്ക് നായകൻ ദളപതി ഈ ഒരു റേഞ്ചിലേക്കുള്ള ഒരു സിനിമയിലോട്ടാണ് ഇത് പോകുന്നതെന്ന് വെറുതെ എനിക്കങ്ങ് തോന്നിപ്പോയി. ആ ഒരു സീക്വൻസ് കഴിഞ്ഞ് പിന്നെ പുതിയ കാലഘട്ടമാണ്. പടം കളറാവുമ്പോഴേക്കും കമൽഹാസൻ ഡോൺ, ശക്തിവേൽ, കമൽഹാസൻ്റെ ചേട്ടനായിട്ട് നാസർ, ഭാര്യയായിട്ട് അഭിരാമി, പിന്നെ കമൽഹാസൻ്റെ ഒരു വലം കൈയായിട്ട് ചിമ്പു ഉണ്ട്, പിന്നെ ജോജു ഉണ്ട്. ജോജുവിൻ്റെ കൂടെ നമ്മുടെ ഭഗവതി പെരുമാൾ, ഇവരുള്ളവർ കൂടി ഒരു ഗാങ്സ്റ്റർ പരിപാടി നടക്കുകയാണ്. അവിടെ തന്നെ കുറേയേറെ നല്ല മൊമെൻറ്റ്സ് വരുന്നുണ്ടായിരുന്നു. വലിയ ഹൈ ഒന്നുമില്ല, എന്നിരുന്നാൽ പോലും കുറച്ച് ഡയലോഗ്സും കാര്യങ്ങളൊക്കെ വെച്ചിട്ട്, എസ്പെഷ്യലി നാസറും കമൽഹാസനും തമ്മിൽ സംസാരിക്കുമ്പം ഇങ്ങനെ ഒരു ചെറിയായിട്ട് കോമഡി തഗ് പോലെയൊക്കെ പറഞ്ഞ് തുടങ്ങിയിട്ട് ഒരു സ്ത്രീകൾ പഠിക്കുന്നതിൻ്റെ ഒരു വിഷയത്തിലേക്ക് നൈസായിട്ട് സ്കിപ്പായി പോകുന്ന ഒരു ഡയലോഗ് ഉണ്ട്. അത് കുട്ടിലായിട്ട് എക്സിക്യൂട്ട് ചെയ്തിട്ടോ. അങ്ങനെ കുറേ മൊമെൻറ്റ്സ് അഭിനയം കമൽഹാസൻ്റെ ഇത് കാണാനുണ്ടായിരുന്നു ഫസ്റ്റ് ഹാഫിൽ. അതുപോലെ തന്നെ ഫൈറ്റ് സീൻസ് വരുമ്പം ഇപ്പം ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും പ്രൊട്ടക്റ്റ് ചെയ്യുന്നത്, അതൊക്കെ എക്സിക്യൂട്ട് ചെയ്യുന്നത് കിട്ടില്ലായിരുന്നു ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞപ്പോഴേക്കും. പക്ഷേ എനിക്ക് ഇതിനി അങ്ങോട്ട് കയ്യിൽ നിന്ന് പോകുമെന്ന് എനിക്ക് അവിടെ തോന്നി. കാരണം ആ രീതിയിലുള്ള ഒരു എൻഡിങ്ങാണ് ഫസ്റ്റ് ഹാഫ് വന്നത്. ഇതിനപ്പുറം ഇനി എന്താണ് സംഭവിക്കാൻ പോകുന്നത്? ഇതിൽ വേറെ ഒരു പ്രഡിക്റ്റബിൾ സാധനമാണ് റജുബായ് പോലത്തെ ഒരു സാധനം. അത് ഇനി അങ്ങോട്ട് അതിനപ്പുറം ഒരു സാധനം ചെയ്യണമെങ്കിൽ അന്യായ പണി സ്ക്രിപ്റ്റിൽ നടക്കണമെന്നുള്ളത് കിട്ടുന്നത് അതിനുള്ള സാധ്യത കുറവാണെന്ന് എനിക്ക് അപ്പോഴേ തന്നെ തോന്നിയിരുന്നു. പക്ഷേ സെക്കൻഡ് ഹാഫ് ഇത്രയും ഒരു ഇന്ത്യൻ ടൂവിനേക്കാളും വലിയൊരു കാട്ടവരാതം ചെയ്ത് വയ്ക്കുമെന്ന് ഞാൻ ഒട്ടും പ്രെഡിക്റ്റ് ചെയ്തില്ല. ഫസ്റ്റ് ഹാഫ് എനിക്ക് ഒരളവുക്ക് ഓക്കെ ആയിരുന്നു. സെക്കൻഡ് ഹാഫ് തുടങ്ങി കമൽഹാസൻ റിട്ടേൺ ഓഫ് ഗോസ്റ്റ് തിരുമ്പി വരികയാണ്. താത്ത വരുമ്പോൾ എൻ്റെ പൊന്നളിയ ഇയാൾ എവിടെ പോയാലും ഊക്കാണ്. ഒരു ഊക്ക് വണ്ടി കഥാപാത്രം. അഭിരാമിൻ്റെ അവിടെ നിന്ന് തേഞ്ഞ് നടക്കില്ല. പിന്നെ തൃശ്ശൂർ അവിടെ പോയി കഴിഞ്ഞാൽ അവിടെ നിന്ന് ഊക്ക്, ചിമ്പുവിൻ്റെ അവിടെ പോയാലും ഊക്ക്, കൂടെ ഉള്ളവരുടെ വട്ടത്തിൽ ഊക്കി, എവിടെ പോയാലും തേഞ്ഞ്. ഇത്രയും ഒരു ദുരന്തൻ കഥാപാത്രം, ഒരു നായകൻ, ഒരു ഡോൺ, എല്ലാം നഷ്ടപ്പെട്ട് എന്തിനാണ് ജീവിച്ചിരിക്കുന്നത് സ്വയം തോന്നിപ്പോയിട്ട് ഒരു കഥാപാത്രമാണ്. ലാസ്റ്റ് കർഷകനല്ലേ മേഡം കുറച്ച് കളമറിക്കാൻ ഇറങ്ങിയതാണെന്ന് പറഞ്ഞിട്ടുള്ള ഒരു നല്ലൊരു ക്ലൈമാക്സും കൂടി ചേർന്ന് സെക്കൻഡ് ഹാഫ് ഒരു പടുദുരന്തമായി പോയിത്തീർന്ന ഒരു തഗ് ലൈഫ്, ഉയർന്ന ചിന്താഗതി ജീവിതം, ആ ഒരു ലൈഫ് തഗ് ലൈഫ് ആയിട്ടാണ് എനിക്ക് ഈ പടം ഓവറാൾ ഫീൽ ചെയ്തത്. ഇനി ഡീറ്റെയിൽ ആയിട്ട് പറയുകയാണെങ്കിൽ അഭിരാമിയുണ്ട്, പക്ഷേ ഡോണിനൊക്കെ ഒരു വേറെ സെറ്റപ്പ് ഉണ്ടാവുമല്ലോ. അതാണ് നമ്മുടെ തൃഷ. എന്തിനാണ് ആ ക്യാരക്ടർ, എന്താണ് അതിൻ്റെ മോട്ടീവ്, എന്ത് ഒരു വ്യക്തിത്വം ഇല്ലാത്ത ഒരു ക്യാരക്ടറായിപ്പോയി. കാണാനൊക്കെ നല്ല ഭംഗിയുണ്ടായിരുന്നു. ഈ സിനിമയ്ക്ക് ഉണ്ടാക്കുന്ന കോൺഫ്ലിക്ട്സ് എല്ലാം അറുപഴഞ്ചൻ പ്രഡിക്റ്റബിൾ ക്ലീശ സാധനങ്ങൾ. ക്ലീശ ഈ വരുമ്പോൾ ഒരു കൊക്കയിൽ പോയി എന്ത് സംഭവിക്കും? മൂപ്പൻ വന്ന് രക്ഷിക്കും. ഇതിൽ മൂപ്പൻ രക്ഷിക്കേണ്ടി വന്നില്ല. മൂപ്പൻ്റെ അടുത്ത് അങ്ങോട്ട് പോയിട്ട് എന്നെ ഒന്ന് രക്ഷിക്കൂ എന്ന് പറയണത് ആകെ ഒരു തരത്തിൽ ഇയാളെ മറ്റേ നമ്മളെ ഉണ്ണുണിച്ചായം പറയും പോലെ വാക്യാത്ത് കയറുന്ന വെടിയിച്ചാൽ പോലും ഇങ്ങനെ ചാവൂല. അങ്ങനത്തെ കഥാപാത്രമാണ്. ഒരു മനുഷ്യൻ എങ്ങനെയൊക്കെ ഒരു മനുഷ്യനല്ലേ ഇത്? ദൈവമൊന്നും അല്ലല്ലോ, ബാഹുബലിയൊന്നും അല്ലല്ലോ. കാണിക്കണ ഒരു മര്യാദ വേണ്ടേ? ചിലംബരസൻ എന്തൊക്കെയോ കാണിച്ച് തുടങ്ങി എങ്ങനെയൊക്കെയോ പോയിട്ടുള്ള ഒരു കഥാപാത്രം. അതുപോലെ അശോക് സെൽവൻ സെക്കൻഡ് ഹാഫിലാണ് വരുന്നത്. അശോക് സെൽവൻ അത് വേറൊരു കോമഡി പീസ്. ഒരുത്തന്നെ തലയിൽ 10-100 കിലോ ഉള്ള സ്ലാബ് പിടിക്കുന്ന എന്നെ ചാവാറായി കിടക്കണേ എന്ന് പറഞ്ഞ സമയത്ത് നിനക്ക് 48 മണിക്കൂർ അവസാനിച്ചെന്നു. അങ്ങനെ ഒരു ലോഡ് കോമഡികളാണ് പിന്നെ സംഭവിക്കുന്നത്. നാസറും സെക്കൻഡ് ഹാഫിൽ നാസറും കമൽഹാസനും തമ്മിലുള്ള ഒരു മൊമെൻ്റ് ഉണ്ട്. കമൽഹാസൻ കരയുമ്പം തിയേറ്ററിൽ നിന്ന് ചിരിക്കുന്നത് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് കേട്ടോ. അത്രയും ഗതിയാണ്. ഞാൻ പറഞ്ഞത് ഇത് ഇന്ത്യൻ ടൂവിനേക്കാളും ഗതിയായിട്ട് ഒരു സെക്കൻഡ് ഹാഫ് ആണെന്ന് തോന്നിയിട്ടുണ്ട്. ഇന്ത്യൻ ടൂ പിന്നെയും തുടക്കം മുതലേ നമുക്ക് ഒരു മൂടങ്ങ് സെറ്റായി. ഇത് മറ്റേ ഇതാണ്. ഇത് ഫസ്റ്റ് ഹാഫിലൊരു പ്രതീക്ഷ എന്ന് ഇത്രയും നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് പോയി എന്ന് പറഞ്ഞാൽ ഭയങ്കര സംഭവം എന്നല്ല, ക്ലീശയാണ്. എന്നിരുന്നാലും ഹൈ മൊമെൻറ്റ്സ് ഒന്നുമില്ലെങ്കിലും കുറേ നല്ല സീനുകൾ അവിടെ ഉണ്ടായിരുന്നു. എക്സിക്യൂഷനൊക്കെ അടിപൊളിയായിരുന്നു. ഇത് ഫസ്റ്റ് ഹാഫ് മണ്ഡലം സംവിധാനം ചെയ്തിട്ട് സെക്കൻഡ് ഹാഫ് ശങ്കർ സംവിധാനം ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു സിനിമ പോലെയാണ് ഒറ്റ വാക്കിൽ എനിക്ക് ഈ പടം തോന്നിയത്. അഭിരാമി
അഭിരാമി ഒരു ഗതികെട്ട വേറെ കഥ എല്ലാ കഥാപാത്രങ്ങളും ഒരു ഉടയനും വഴിയില്ലാത്ത ഗതികെട്ട ഒരു വ്യക്തിത്വം ഇല്ലാത്ത കഥാപാത്രങ്ങളായിട്ടാണ് എഴുതി തയ്യാറാക്കി വെച്ചിരിക്കുന്നത്. ജോർജ് ജോർജിനെ കുറിച്ച് അയ്യോ ഭയങ്കര തള്ളായിരുന്നു കമലഹാസൻ. ജോർജ് ജോർജ് അന്യായ നടൻ, മറ്റത് ഒരു തേങ്ങയില്ല അതിനകത്ത്. ആ പടം ഇങ്ങനെ ഇറങ്ങി വരുമ്പോൾ ഒരു മാസം അങ്ങനെ ഒരു സ്ക്രീൻ പ്രസൻസ് ഉണ്ടല്ലോ, അങ്ങനെ ഒരു ചെറിയൊരു മൊമെൻറ്റ് മാത്രം ഉണ്ടായിരുന്നു. അല്ലാതെ ജോർജ് ജോർജിലും യാതൊന്നും ചെയ്യാറില്ല. പിന്നെ മഹേഷ് മഞ്ചരേക്കർ, സഞ്ജന കൃഷ്ണമൂർത്തി, ലബ്ബർ പന്തിലെ നായിക, അതാണ് കമലഹാസൻ്റെ മോളായിട്ട് വരുന്നത്, അത് ഒരു കഥാപാത്രം. പിന്നെ ബാബു രാജുണ്ട് ഈ സിനിമയിൽ. ഇതാണ് ഇതിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ചിരി വന്നത് കർഷകനല്ലേ മേഡം ഒന്ന് കളപറിക്കാൻ ഇറങ്ങിയതെന്ന് പറയണ ഒരു എൻ്റെ പൊന്നളിയ. അതും കൂടി ആകുമ്പോഴേക്കും പടം കംപ്ലീറ്റ്ലി സാറ്റിസ്ഫൈഡ് ആയിട്ടുണ്ട്. രവി കെ ചന്ദ്രൻ്റെ സിനിമാറ്റോഗ്രഫി അത്യാവശ്യം നന്നായിരുന്നു. ടെക്നിക്കലിയൊക്കെ കൊള്ളാം. കുറേ ഫൈറ്റ്, 50 അരുവിൻ്റെ കുറച്ച് ഫൈറ്റൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ സെക്കൻഡ് ഹാഫ് വന്നപ്പോഴേക്കും ഇടയിൽ പഴയ പടങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ല, ഇടയിൽ ഇവർ ഇടിക്കുമ്പോൾ അവർക്ക് വയ്യല്ല, പതുക്കെയൊക്കെ ഇടിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് അതിന് വരെ ഫാസ്റ്റ് ഫോർവേഡായിട്ട് അടി കാണിക്കുമ്പം നസീറിൻ്റെയൊക്കെ പടത്തിൽ ഇങ്ങനെ തെറിച്ച് പോകണ സാധനം അങ്ങനത്തെയൊക്കെ ഫൈറ്റുകൾ എടുത്ത് വെച്ചിരിക്കുന്നത്. 50 ആയിരിക്കുമല്ലോ എഡിറ്റ് ചെയ്തതിൻ്റെ കുഴപ്പമായിരിക്കും. എഡിറ്റ് ചെയ്ത് ശ്രീകർ പ്രസാദാണ് എഡിറ്റ് ചെയ്തിരിക്കുന്നത്. അങ്ങനെയൊക്കെ ഉള്ള ഒരു സിനിമയുടെ ഈ പടത്തിൽ ആകെപ്പാട് ആശ്വാസം എന്ന് പറയുന്നത് AR റഹ്മാൻ്റെ സ്കോറും പാട്ടുകളൊന്നും ഒരുപാടില്ല. മറ്റേ മുത്തമഴ പാട്ട് എന്തായാലും ചിന്മയുടെ വെർഷൻ നമുക്ക് കേൾക്കാൻ പറ്റില്ല. ദീയുടെ വെർഷനെങ്കിലും കേൾക്കാമെന്ന് വിചാരിച്ച് പോയപ്പോഴേക്കും ദീയും ഇല്ല, ചിന്മയും ഇല്ല, ആട് കാണാത്തതൊരു പൂടെ പോലും ഇല്ലാത്ത ഒരു അവസ്ഥയിലാണ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. മണ്ടത്തം കഴിഞ്ഞ കുറച്ച് സിനിമകളായിട്ട് എനിക്ക് പേഴ്സണലി പുള്ളിക്കാരുടെ പടങ്ങളൊന്നും എനിക്കങ്ങ് വർക്കാവുന്നില്ല, ഇൻക്ലൂഡിങ് പൊന്നിയിൻ സെൽവം. പക്ഷേ ഇതിൻ്റെ ഫസ്റ്റ് ഹാഫിൽ തുടക്കമൊക്കെ കണ്ടപ്പോൾ എസ്പെഷ്യലി ആദ്യത്തെ 15 മിനിറ്റ് കിടിലൻ സാധനമായിരുന്നു. ഇപ്പോൾ നമ്മൾ ആത്മാർത്ഥമായിട്ട് ഒരു പണിയെടുത്തിരിക്കുന്ന ഒരു സിനിമയായിട്ടങ്ങ് തോന്നി. സെക്കൻഡ് ഹാഫ് വെറും ലൂസായിട്ടുള്ള എഴുത്തും, ഒരു ക്യാരക്ടർ കൺസിസ്റ്റൻസി ഇല്ല, ഒരു ക്യാരക്ടർ എസ്റ്റാബ്ലിഷ്മെൻറ്റും ഇല്ല. കോമഡി കാണിക്കുന്ന കുറേ ഡോണുകളും വന്ന് നിന്നിട്ട് എന്തൊക്കെയോ അപരാധം കാണിച്ചു വെച്ചിരിക്കും പോലെയാണ് ഈ പടം ടോട്ടാലിറ്റിയിൽ എനിക്ക് തോന്നിയത്. കർഷകനല്ലേ മേഡം കളപറിക്കാൻ ഇറങ്ങി. ആമസോൺ, ഫ്ലിപ്കാർട്ട്, അജിയോ, മിന്ത്ര മുതലായ ഓൺലൈൻ ഷോപ്പിംഗ് സൈറ്റുകളിലൊക്കെ കുറേ ഓഫർ ഡെയിലി വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ അറിയാതെ പോകുന്ന അത്തരം ഓഫറുകളൊക്കെ നമ്മുടെ വാട്സാപ്പ് ചാനലിൽ റെഗുലർലി അപ്ഡേറ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ താല്പര്യമുള്ളവർ നമ്മളെ വാട്സാപ്പ് ചാനൽ ഒന്ന് ഫോളോ ചെയ്തോളി. ലിങ്ക് ഫസ്റ്റ് കമൻറ്റിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്തരാ വരട്ടെ.